ആര്യക്കുട്ടി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഇടിച്ചക്ക തോരനാണ്. വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇടിച്ചക്ക തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു, എന്നിട്ട് കറിവേപ്പില ഇട്ടു, എന്നിട്ടൊരു സവാള, 3 വറ്റൽമുളക്, 1 സ്പൂൺ പെരിഞ്ജീരകം, ഇത് ഇത്രയും മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കണം. ജസ്റ്റ് ഒന്ന് കറക്കാനേ പാടുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്തു. ഇപ്പോൾ സവാളയ്ക്ക് പകരം നമ്മൾ ചെറിയ ഉള്ളിയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ. ഇടികല്ലിൽ വെച്ച് ജസ്റ്റ് ചതച്ചെടുക്കുകയും ആകാം. ഇനി ആ പെരിഞ്ജീരകത്തിൻ്റെയും ഉള്ളിയുടെയും വറ്റൽമുളകിൻ്റെയൊക്കെ മണം വരുന്ന വരെ നന്നായിട്ട് എണ്ണയിൽ വഴറ്റിയെടുക്കുക. ഓക്കെ, നല്ല പെരിഞ്ജീരകത്തിൻ്റെ മണം കൂടെ വരും. അതിൻ്റെ കൂടെ ഒരു സാധനം കൂടെ ഉണ്ട് കേട്ടോ, ഒരു ചെറിയ കഷ്ണം പട്ട, അത് ഞാൻ പറയാൻ മറന്നുപോയി. എന്നിട്ട് നമ്മുടെ ഇടിച്ചക്ക നമ്മൾ മഞ്ഞളിൽ ജസ്റ്റ് ഒന്ന് പ്രഷർ കുക്കറിൽ ഒരൊറ്റ വിസിൽ കെട്ടിച്ച് വേവിച്ചെടുത്തതാണ്. നമ്മൾ പ്രഷർ കുക്കറിൽ വേവിച്ചെടുത്തതായതുകൊണ്ട് തന്നെ അത് അരിയാനേ പാടുള്ളൂ. ഇടിച്ചു കഴിഞ്ഞാൽ അത് മൊത്തം കുഴഞ്ഞു പോകും കേട്ടോ. എൻ്റെ അനുഭവമാണ് സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഇടിച്ചക്ക ജസ്റ്റ് വെള്ളത്തിലിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി, 10 മിനിറ്റ്. എളുപ്പപ്പണി ചെയ്യാൻ പോയതാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾ ഇടിച്ചെടുത്താൽ വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ ഇടിച്ചക്ക തോരനായിട്ട് കിട്ടും. പക്ഷെ ഞാനിങ്ങനെ വേവിച്ചു പോയി, നമ്മൾ കുക്കറിൽ വെച്ച് വേവിച്ചു പോയി. അതുകൊണ്ട് തന്നെ നമുക്ക് ഇടിച്ചു കഴിഞ്ഞ് ഇത് കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഞാനത് അരിഞ്ഞെടുത്തു. അതുകൊണ്ട് തന്നെ വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇത് ഓൾറെഡി വേവിച്ചു വെച്ചതായതുകൊണ്ട് വലിയ പണികളൊന്നും നമുക്കില്ല. ജസ്റ്റ് ഒന്ന് വഴണ്ടി കിട്ടിയാൽ മതി. വേണമെങ്കിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ ചേർത്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തായിരുന്നു, പക്ഷെ അത് വീഡിയോയിൽ വന്നിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് തേങ്ങ തിരുമ്മിയത് ചേർക്കുക. ഒരു 1/2 മുറിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഈ വേനൽക്കാലത്ത് വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ് ചക്ക. പ്രത്യേകിച്ച് ഇടിച്ചക്ക നല്ലൊരു ഐറ്റമാണ്. നമുക്ക് ഇടിച്ചക്ക വെച്ച് കട്ട്ലറ്റ് ഉണ്ടാക്കാം, ഇടിച്ചക്ക വെച്ച് തീയലുണ്ടാക്കാം, ഇടിച്ചക്ക വെച്ച് നമുക്ക് ഇതേപോലെ തോരനും ഉണ്ടാക്കാം. അപ്പോൾ പനിയൊക്കെ പിടിച്ചു വിടും. അതാണ് എൻ്റെ ശബ്ദം ഏകദേശം ഇങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ സ്റ്റേജിലാണ് നമ്മൾ ഉപ്പ് നോക്കേണ്ടത്. ഉപ്പ് ഇട്ടാണ് ഞാൻ ചക്ക വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറവാണെങ്കിൽ വീണ്ടും ആഡ് ചെയ്യുക, കൂടുതലാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ചോറിൻ്റെ കൂടെയാണല്ലോ കഴിക്കുന്നതെന്ന് കരുതി സമാധാനിക്കുക. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഇടിച്ചക്ക തോരൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഒരു പൊതിച്ചോറ് കഴിച്ചാൽ എന്തെന്ന്. അങ്ങനെ വീട്ടിലുള്ള വാഴയിലേക്ക് വെട്ടി നമ്മൾ പൊതിച്ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി അത് തുറന്ന് കഴിച്ചാലും. നേഹബാവയ്ക്ക് ഒരു കുഞ്ഞു പൊതിച്ചോറ് ഞാൻ റെഡിയാക്കി വെച്ചിരുന്നു. പക്ഷേ നേഹബാവയ്ക്ക് അത് ഉച്ചയ്ക്ക് വേണ്ട, രാത്രി മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ എന്തായാലും പൊതിച്ചോറ് കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പൊതിച്ചോറ് തുറന്നപ്പോഴുള്ള ആ മണം ഉണ്ടല്ലോ, എനിക്കൊന്നും അറിയാൻ വയ്യ, കാരണം എനിക്ക് പനിയാണ്. പക്ഷേ എന്തോ ഒരു നൊസ്റ്റാൾജിയ, അതാണ് നമ്മളെ ഈ പൊതിച്ചോറിലേക്ക് നയിച്ചത്. പണ്ട് അമ്മയുടെ സ്കൂളിൽ ഞാനൊരു ടൂറ് പോയി. ആ സ്കൂളിൽ തന്നെ അമ്മ പഠിപ്പിച്ചിരുന്ന സ്കൂളിൽ തന്നെയാണ് ഞാനും പഠിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ വെച്ച് ടൂറ് പോയപ്പോൾ അമ്മ പൊതിഞ്ഞ് തന്ന ഒരു പൊതിച്ചോറുണ്ട്. അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ നാവിൽ നിന്ന് പോയിട്ടില്ല. അത് ഇനി മരിച്ചാലും ഞാൻ മറക്കില്ല, അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. ചീരയിലയും പിന്നെ മുട്ട പൊരിച്ചതും പിന്നെ കുറച്ച് അച്ചാറും പിന്നെ കുറച്ച് തൈരും ഒക്കെ ആയിട്ടാണ് ഞാൻ കഴിച്ചത്. ഇവിടെ നമുക്ക് തൈര്, പിന്നെ കിഴങ്ങെന്ന് വെച്ചാൽ കപ്പ, പിന്നെ കുറച്ച് ചിക്കൻ കറി, ഇന്നലെ വെച്ച ചിക്കൻ കറിയാണ്,
മിയമ്മയും ഷാജിയച്ചനും കൂടെ വന്നപ്പോൾ നമ്മളുണ്ടാക്കി കൊടുത്ത ചിക്കൻ കറിയാണ്. അത് കാഷ്യൂനട്ട് അരച്ചുണ്ടാക്കിയ ചിക്കൻ കറിയാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇടിച്ചക്ക തോരൻ. പിന്നെന്തായിരുന്നു അറ്റത്തിരിക്കുന്നത്? ഇത് ഞാൻ പിന്നെ കേട്ടോ വോയിസ് ഓവർ ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാൻ വയ്യ പിന്നെ എന്തൊക്കെയുണ്ടെന്ന്. പിന്നെ ഉള്ളത് മാങ്ങ അച്ചാർ, ചിക്കൻ, ഇത്രയൊക്കെ ഉള്ളൂ മക്കളെ. അപ്പോൾ ഇത് ഇത്രയും കൂട്ടിയാണ് ഞാൻ കഴിച്ചത്. നല്ല ഊണായിരുന്നു. എന്തൊക്കെയോ രുചി എനിക്കറിയാം, അത്രയേ ഉള്ളൂ. മണമൊന്നും എനിക്കങ്ങനെ കിട്ടുന്നില്ല. എന്താണോ എന്ത് പണിയാണോ എന്നെനിക്ക് കിട്ടിയത്. എന്തായാലും പൊതിച്ചോറ് കഴിക്കണം എന്നുള്ള ആഗ്രഹം ഞാൻ സാധിച്ചെടുത്തു. അപ്പം നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.